الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. ما كان لبشر أن يؤتيه الله الكتاب والحكم والنبوة ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. قال أأقررتم وأخذتم على ذلكم إصري؟ قالوا أقررنا. قال فاشهدوا وأنا معكم من الشاهدين. فمن تولى بعد ذلك فأولئك هم الفاسقون. സൂറ ആൽ ഇംറാൻ 78 മുതൽ 82 വരെയുള്ള ആയത്തുകൾ ഓതി വെച്ചു. അപ്പൊ അതുവരെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വഇന്ന മിൻഹും, തീർച്ചയായും അവരിലുണ്ട്, ലഫരീഖൻ, ഒരു വിഭാഗം, യൽവൂന, അവർ വളക്കുന്നു, അൽസിനതഹും, അവരുടെ നാവുകൾ, ബിൽ കിതാബ്, വേദം കൊണ്ട്, ലിതഹ്സബൂഹു, നിങ്ങൾ വിചാരിക്കാൻ വേണ്ടി, മിനൽ കിതാബ്, കിതാബിലുള്ളതാണെന്ന്, വമാ ഹുവ, അതല്ല, മിനൽ കിതാബ്, വേദപുസ്തകത്തിലുള്ളത്,
വയഖൂലൂന അവർ പറയുന്നു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വമാ ഹുവ, അതല്ല, മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ളത്. വയഖൂലൂൻ, അവർ പറയുന്നു അലല്ലാഹിൽ കദിബ്, അല്ലാഹുവിന്റെ മേൽ കള്ളം പറയുന്നു. വഹും യഅലമൂൻ, അവർ അറിയുന്നവരായിരിക്കും. വേദവായനയിൽ വക്രത വരുത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. അതൊക്കെ വേദപുസ്തകത്തിലുള്ളതാണെന്ന് നിങ്ങൾ ധരിക്കാനാണത്. എന്നാൽ അതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ അവകാശപ്പെടും. യഥാർത്ഥത്തിൽ അതൊന്നും അള്ളാഹുവിൽ നിന്നുള്ളതല്ല. അവർ ബോധപൂർവം അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. മാ കാന ലിബശരിൻ, ഒരു മനുഷ്യനും ആവുകയില്ല, അയ്യുഅ്തിയഹു, അദ്ദേഹത്തിന് നൽകുക, അള്ളാഹു, അൽ കിതാബ്, കിതാബ് നൽകുക, വൽ ഹുക്ം, യുക്തിജ്ഞാനം നൽകുക, വൻ നുബുവ്വ, പ്രവാചകത്വം നൽകുക, സുമ്മ, പിന്നീട് യഖൂല ലിന്നാസ്, അദ്ദേഹം ജനങ്ങളോട് പറയാ, കൂനൂ ഇബാദൻ ലീ, നിങ്ങൾ എന്റെ അടിമകളാവുകയും, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ. വലാകിൻ, എന്നാൽ കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാവുക, ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നവരായിരുന്നതുകൊണ്ട്, വബിമാ കുൻതും തദ്റുസൂൻ, നിങ്ങൾ പഠിക്കുന്നവരായിരുന്നതുകൊണ്ടും. ഒരാൾക്ക് അള്ളാഹു വേദപുസ്തകവും യുക്തിജ്ഞാനവും പ്രവാചകത്വവും നൽകുക, എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാകുന്നതിന് പകരം എന്റെ അടിമകളാവുക എന്ന് പറയുക, ഇതൊരു മനുഷ്യനിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാവതല്ല. മറിച്ച് അയാൾ പറയുക, നിങ്ങൾ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കളങ്കമേശാത്ത ദൈവഭക്തരാവുക എന്നായിരിക്കും. വലാ യഅ്മുറക്കും, നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നില്ല, അൻ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കാൻ, അൽ മലായിക, മലക്കുകളെ, വൻ നബിയീന, നബിമാരെ, അർബാബൻ, രക്ഷകരായിക്കൊണ്ട്, അയഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുമോ, ബിൽ കുഫ്ർ, കുഫ്ർ, ബഅദ ഇദ് അൻതും, നിങ്ങളായതിനു ശേഷം, മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായതിനു ശേഷം നിങ്ങൾ മലക്കുകളെയും നബിമാരെയും രക്ഷകരാക്കണമെന്ന് അയാൾ ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കുക എന്നതും സംഭവ്യമല്ല. നിങ്ങൾ മുസ്ലിങ്ങളായ ശേഷം സത്യനിഷേധികളാകാൻ ഒരു നബി നിങ്ങളോട് കൽപ്പിക്കുകയോ, ഇത് അള്ളാഹു വാങ്ങിയ സന്ദർഭം, മീസാഖ്, ഉറപ്പ്, അന്നബിയീൻ, നബിമാരുടെ, ലനാ ആതൈതുകും, ഞാൻ നിങ്ങൾക്ക് നൽകി, മിൻ കിതാബ്, വേദപുസ്തകം, വഹിക്കുമാ, തത്വജ്ഞാനം, സുമ്മ, പിന്നീട്, ജാഅക്കും, നിങ്ങളുടെ അടുക്കൽ വന്നു, റസൂൽ, മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുന്നവനായ റസൂൽ, ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ, ലതുഅ്മിനുന്ന ബിഹി, ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കണം, വലതൻസുറന്നഹു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും വേണം. ഖാല, അല്ലാഹു ചോദിച്ചു, അഖറർതും, നിങ്ങൾ അംഗീകരിച്ചുവോ, നിങ്ങൾ കരാർ ചെയ്തുവോ എന്നാണ്. ഖറാർ എന്ന് അറബി പറഞ്ഞാലും കരാർ എന്ന് മലയാളത്തിൽ പറഞ്ഞാലും ഒന്ന് തന്നെ. മലയാളത്തിലേക്ക് അറബിയിൽ നിന്ന് വന്ന ഒരു പദമാണ് ഖറാർ. അഖറർതും,
നിങ്ങൾ അംഗീകരിച്ചുവോ? വഅഖദ്തും നിങ്ങൾ എടുക്കുകയും ചെയ്തുവോ? അലാ ദാലികും അതനുസരിച്ച് ഇസ്രി എന്നോടുള്ള ബാധ്യത. ഖാലു അവർ പറഞ്ഞു, അഖറർന ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. കരാർ എന്ന് പറഞ്ഞാൽ പരസ്പരം അംഗീകരിക്കുന്നതിനാണല്ലോ കരാർ എന്ന് പറയാ. ഖാല അല്ലാഹു പറഞ്ഞു, ഫശ്ഹദൂ നിങ്ങൾ സാക്ഷികളാവുക. വഅന മഅക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. മിനശ് ഷാഹിദീൻ സാക്ഷിയായിക്കൊണ്ട്. ഓർക്കുക, അള്ളാഹു പ്രവാചകന്മാരോട് ഇങ്ങനെ ഉറപ്പു വാങ്ങിയ സന്ദർഭം, ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകി, പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദേവദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണം. അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത് അംഗീകരിക്കുകയും അതനുസരിച്ച് എന്നോടുള്ള കരാർ ഒരു ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? അവരറിയിച്ചു, അതെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളാവുക, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായുണ്ട്. ഫമൻ ആരെങ്കിലും തവല്ല പിന്തിരിഞ്ഞു കളഞ്ഞാൽ അതിന് ശേഷം ഫൗലായിക അവർ തന്നെയാണ് ഹുമുൽ ഫാസിഖൂൻ അധർമ്മകാരികൾ, തെമ്മാടികൾ എന്നൊക്കെ അർത്ഥം. എന്താണ് ഉഷാറല്ലേ? നോമ്പ് വരികയാണ്. ഉഷാർ കൂടെ കുറെ ചെയ്യാം. വിശക്കൂലേ? വിശക്കൂലേ പിന്നെന്താ കാര്യം? നോമ്പിനൊരു ത്രില്ലുണ്ട്. വിശക്കണം, ദാഹിക്കണം, ക്ഷീണിക്കണം, അപ്പോഴല്ലേ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. മനസ്സ് നോമ്പായാൽ വിശപ്പില്ല, ഒരു കവിതയാണത്. ഓക്കെ, അപ്പൊ നമ്മള് 78-ാമത്തെ ആയത്തിലേക്ക് വരിക. 78-ാമത്തെ ആയത്ത്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞതെന്നറിയോ? വേദക്കാരായിട്ടുള്ള ചില ആൾക്കാര് അവരിങ്ങനെ നാവ് വളച്ചുള്ള ഒരു പ്രത്യേക പണിയെടുക്കുകയാണ്. എന്താണ് ആ പണി എന്ന് ചോദിച്ചാൽ, കിതാബിലില്ലാത്തത് ഓതുക. കിതാബിലില്ലാത്തത് പ്രത്യേകിച്ചും ആ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ നമ്മളെ പോലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനം അല്ലല്ലോ. അപ്പോൾ അവര് വിചാരിക്കും ഇതിലുള്ളതാണ്. അങ്ങനെ രണ്ട് രീതികളാണ്. അതിലൊന്ന് വാക്കുകൾ തന്നെ വളച്ചൊടിക്കുക. അതിലുള്ള വാക്കുകൾ തന്നെ വളച്ചൊടിക്കുക. എന്നിട്ട് കിതാബിന്റെ ഈണത്തിലും ശൈലിയിലും സ്വന്തം വാചകങ്ങൾ അതിൽ ചേർത്ത് പറയാം. അച്ചടി, ഓഫ്സെറ്റ് ഇതൊന്നും ഇല്ലാത്തൊരു കാലം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി അഥവാ കിതാബ് ഉണ്ടെങ്കിൽ തന്നെ കയ്യെഴുത്ത് പ്രതിയായിരിക്കും. ധാരാളക്കണക്കിന് കോപ്പികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു പുരോഹിതൻ ഇങ്ങനെ ഓതുന്നത് മറ്റുള്ളവർ കേൾക്കുക എന്നേ ഉള്ളൂ. അപ്പൊ ആ ഓതുന്ന ആള് തന്നെ എന്ത് ചെയ്യാ, ചെറിയ രീതിയിൽ ഇങ്ങനെ വളച്ചൊടിച്ച് പറയാം. ഇപ്പോ അവര് വേദങ്ങളിൽ മാത്രമല്ല, അവരുടെ നിത്യ സംസാരത്തിൽ തന്നെ അവരങ്ങനെയുള്ള ചെറിയ ചില വിക്രസുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റായിന എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഞങ്ങളെ ശ്രദ്ധിക്കൂ, ഞങ്ങളൊന്ന് പരിഗണിക്കൂ എന്നൊക്കെയാണ്. പക്ഷേ അവര് അതിനെ മാറ്റിയിട്ട് റായിന എന്ന് പറയും. ഒരു യാ അധികം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഇടയാ, ഇടയനുണ്ടല്ലോ, ഇടയൻ, ഇടയാ അല്ലെങ്കിൽ വിഡ്ഢി എന്നൊക്കെയുള്ള വിളിയായിട്ട് മാറും. അവര് നബിയുടെ മജ്ലിസിൽ പോയിരുന്ന്, നബിയുടെ സദസ്സിൽ പോയിരുന്നിട്ട് റായിന, നമ്മൾ പഠിച്ചതാണ് കേട്ടോ അത്. റായിന എന്ന് പറയും. ഇതൊക്കെ ഒരു
ബാലിശമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരു ഗൗരവമുള്ള ഒരു ടീമിന് ചെയ്യാൻ പറ്റിയ പണിയൊന്നല്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില വിക്രസുകളൊക്കെ അവര് ചെയ്തിരുന്നു. മറ്റൊരു ഉദാഹരണം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ബൈബിളിൽ ബലി സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് മർവയിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. മർവ എന്ന് പറഞ്ഞാൽ സഫ മർവയില് മർവ. പക്ഷെ അവര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ സ്ഥലനാമത്തെ മോരിയ എന്നും മരിയാഹ് എന്നും ഒക്കെ ഒന്നിങ്ങോട്ട് തിരിക്കും. അപ്പൊ അത് തിരിക്കുമ്പോ ഈ സ്ഥലം ഫലസ്തീനിലുള്ള ഏതോ സ്ഥലമാണ് എന്ന് ആര് വിചാരിക്കും? ഈ മക്ക മദീനയിലുള്ളവരൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇസ്മായിൽ അലൈഹി ഇസ്ലാം മക്കയിലായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ഈ ബലി സംഭവം ഫലസ്തീനിലാണ് എന്ന് വന്നാൽ ആള് മാറി. അവിടെ ഉണ്ടായിരുന്നത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം. അപ്പൊ ഈ ബലി അറക്കാൻ കൊണ്ടുപോയത് ആരെയായി? ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനാണ് എന്ന് വരുത്താൻ പറ്റും. ആകെ ചെയ്യേണ്ടത് മർവ എന്നുള്ളതിനെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി എന്നതാണ്. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ തന്നെ നാവ് വളച്ചു പറയുന്ന ഒരു രീതി അവരിൽ ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. സൂറത്തുൽ ബഖറ 79-ാമത്തെ ആയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. മറ്റൊന്നുള്ളത്, ബൈബിളിൽ തന്നെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള ഭാഗങ്ങൾ അത് എന്താന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് അതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അത് ഇവര് മാറ്റി ചെല്ലുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊന്ന് വൈരുദ്ധ്യങ്ങളാണ്. ഇപ്പോ പുതിയ നിയമം എടുത്ത് വായിച്ചാൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നൊക്കെ ഉള്ളവരുടെ സുവിശേഷങ്ങൾ ഉണ്ട്. ആ സുവിശേഷങ്ങൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. ഒന്നിനോടൊന്ന് ചേരാത്ത അവസ്ഥ അതിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നാവ് കൊണ്ട് ഈ ജാതി പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ആ കാര്യത്തിൽ കാണിച്ച ഒരു ജാഗ്രതയുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹു സ്വയം തന്നെ ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. എന്നിട്ട് ഖുർആനിൽ കൃത്രിമം കാണിക്കാൻ ആർക്കും സാധ്യമല്ലാത്ത വിധം അതിന് ചില സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. അതിൽപ്പെട്ട ഒന്നാണ് ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹു ധാരാളക്കണക്കായ ഹൃദയങ്ങളിൽ ഏൽപ്പിച്ചു. ഇപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രസ്സില് ഖുർആൻ അങ്ങ് തെറ്റിച്ചടിച്ചു നോക്കുക, മുസഹഫ്, അതൊക്കെ ചെയ്യാലോ. പുതിയ കാലല്ലേ, സാങ്കേതിക വിദ്യകളൊക്കെ എളുപ്പമാണ്. അപ്പോ നാഗ്പൂരിൽ നിന്ന് ഒരു മുസഹഫ് ഇറക്കുക, നല്ല പച്ചച്ചട്ടൊക്കെ ഇട്ട് നല്ല ഉഷാറുള്ള ആ മുഖ്മിനികൾ എല്ലാവരും കൂടി അതങ്ങോട്ട് വായിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആകെ കോലം തെറ്റുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആരടിച്ചാലും ഏതെങ്കിലും ഒരു ഹാഫിള് അത് ഓതുന്നതോടുകൂടി ആദ്യം അയാൾക്കൊരു സംശയം എന്തായാലും വരും. ഇങ്ങനല്ലല്ലോ ഞാൻ പഠിച്ചത്, ഇന്നടുത്ത് ഇങ്ങനല്ലല്ലോ ഉള്ളത് എന്ന് വരും. അപ്പോ അദ്ദേഹം അതെന്ത് ചെയ്യും? പങ്കുവെക്കും. രണ്ടാമതൊരു ഹാഫിളിന്റെ അടുത്ത് എത്തുമ്പോ അയാൾക്ക് മനസ്സിലാവും ഇതിങ്ങനല്ല, അവിടെ ലാ എന്നില്ല, അവിടെ ലാ എന്ന വാക്കില്ല. ഒരു കാര്യത്തിന് മുമ്പിൽ ലാ എന്ന് പറയുന്നതോടുകൂടി എന്തായി പോവത്? അർത്ഥം മാറിപ്പോകൂലേ? അപ്പോ അവിടെ അങ്ങനെ ഇല്ലല്ലോ. അടുത്ത ആളത്ത് എത്തുമ്പോഴേക്ക് എന്ത് മനസ്സിലായി? ഉറപ്പായിട്ടും ഇല്ലാത്തൊരു ലാ അവിടെ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഈ മുസഹഫ് പാരായണം ചെയ്യുന്ന
ഒന്നോ രണ്ടോ മൂന്നോ ഹാഫിദുകളിൽ എത്തുമ്പോഴേക്ക് ഈ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ ഉടനെ അതിന്റെ സീരിയൽ നമ്പറും അതിന്റെ കോലവും ബുക്കും ചട്ടയും ഒക്കെ കണ്ടിട്ട് അതിനെ പിൻവലിക്കാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ ധാരാളക്കണക്കായ ഹാഫിദുകൾ ഉണ്ട്. ഇപ്പൊ ബൈബിളിന്റെ ഒക്കെ കാര്യത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ ധാരാളം ഉണ്ടെങ്കിലും ആദ്യാവസാനം കാണാതെ പഠിച്ചു ഓതുന്ന ഒരു പരിപാടി അവർക്കില്ല. ഏതാനും വചനങ്ങളൊക്കെ അവർ പറയും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ആദ്യാവസാനം ബിസ്മിയും അവതും ബിസ്മിയും ഒക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു രീതി ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ രാമായണമൊക്കെ പാരായണം ചെയ്യുന്നവരുണ്ട്. സ്ഥിരമായ പാരായണം കൊണ്ട് കുറെ കാണാതെ പഠിച്ചവരും ഉണ്ടാവും. എന്നല്ലാതെ വളരെ ആധികാരികമായിട്ട് ഇത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിപാടി അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹിഫ്ള് പഠിക്കുന്ന സംരംഭങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ നിലനിൽപ്പിന്റെ വഴിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ അതിനുണ്ട്. എന്നാലും ഖുർആനിലല്ലെങ്കിലും പ്രവാചക വചനങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ, കള്ളങ്ങൾ ഒക്കെ എഴുതി ചേർത്താനും കലർത്താനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജൂതന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, കപടന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഖുർആൻ പഠിക്കുന്നു, 9:30 ആയാലും നമ്മളെ വൈക്ക് പോകുന്നു അല്ലേ? 9:30 ആകാതെ തന്നെ നമ്മളെ വൈക്ക് പോകും. കാരണം തന്നെ നമുക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അതിന്റെ ഇടയിലൊരു പണിയാണിപ്പത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇൽമിനെ നിലനിർത്താൻ വേണ്ടി ലോകത്ത് ധാരാളം കണക്കായിട്ടുള്ള ആളുകൾ കഠിന ത്യാഗം ചെയ്യുന്നു. നമ്മളിപ്പോ ഇതിങ്ങനെ വായിക്കുന്നു എന്നേ ഉള്ളൂ, കേട്ടത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അത്രേ നമ്മളിതിനെ കാണുന്നുള്ളൂ. ഒരു ചെറിയൊരു സംഗതിയാണ്. അൽഹംദുലില്ലാഹ്, അത് തന്നെ വലിയ കാര്യം. പക്ഷേ ലോകത്ത് ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ആളുകളുണ്ട്, മഹാമനീഷികൾ. അതുകൊണ്ടാണ് ഇതൊക്കെ നിലനിർത്തിയത്. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു, ഈ ഹദീസുകള് ഖുർആൻ പോലെ ഇങ്ങനെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരവസ്ഥ പണ്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇതിൽ പലതും കടന്നുകൂടിയിട്ടുണ്ടാവും. ഇന്നാള് പറഞ്ഞു, ഇന്നാള് പറഞ്ഞു, ഇന്നാള് പറഞ്ഞു, ഇങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ തന്നെ ഇസ്ലാമിക ലോകത്തുണ്ടായി. ഹദീസ് നിദാന ശാസ്ത്രം, അങ്ങനെ ഒരു ശാസ്ത്രം തന്നെയാണ്. അപ്പൊ അത് പഠിക്കാനുള്ള പ്രത്യേക കോളേജുകൾ തന്നെയുണ്ട്. അവിടെ മൊത്തം ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളൊന്നും അവിടെ പഠിക്കുന്നുണ്ടാവൂല. അവിടെ ഹദീസ് നിദാന ശാസ്ത്രം, ചില ഹദീസ് പണ്ഡിതന്മാർ നമ്മളെ കൂടെയുണ്ട്. ഹദീസ് മാത്രമല്ല അവർക്കറിയാം, അവർക്ക് ഉലൂമുൽ ഹദീസ് അറിയും. എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. അല്ല, അതൊക്കെ ഹദീസിന്റെ പുസ്തകങ്ങളാണ്. ഹദീസുകളുള്ള പുസ്തകങ്ങൾക്ക് പേരിട്ടു, തെരഞ്ഞെടുത്ത ചില ഹദീസുകൾ അതിന്റെ വ്യാഖ്യാനം. അതല്ല, ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്നത് അത് തന്നെ ഒരു ശാസ്ത്രമാണ്. അതിലെന്താണ് പഠിക്കുക എന്ന് ചോദിച്ചാൽ, ഒരു ഹദീസിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ളത് ഇപ്പൊ ദഈഫാണോ സഹീഹാണോ എന്ന് മാത്രമല്ലേ. ദഈഫും സ്വഹീഹും മാത്രമല്ല, വേറെയും കുറേ സംഗതികളുണ്ട് ഹദീസുകളില്. അപ്പോ അതൊക്കെ എങ്ങനെ കണ്ടെത്താം? സനദ് ഉണ്ടോ എന്ന് ചോദിക്കണ കേട്ടിട്ടുണ്ടോ നിങ്ങള് അല്ലേ? ഒരാള് മുടിയായിട്ട് വന്നപ്പോ ചോദിച്ചില്ലേ, ഇതിന് സനദ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഈ സനദ് ചോദിക്കണത് വഹാബിയുടെ പരിപാടിയാണ്. നമ്മളെ പാരമ്പര്യം എന്താണോ നമ്മളെ ഗുരുക്കന്മാർ പറഞ്ഞ അത് സ്വീകരിക്കലാണ് നമ്മളൊരു സ്റ്റൈല് എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ഈ സനദ് എന്ന് പറയുന്നത് ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു എവിടെ എത്തണം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തണം. ചില ഹദീസുകൾ ഉണ്ടാകും, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ അടുത്ത് നിന്ന് പോയി അയാൾക്കാരിൽ നിന്ന് കിട്ടി, അയാൾക്കാരിൽ നിന്ന് കിട്ടി, അയാൾക്കാരിൽ നിന്ന് കിട്ടി എന്നിങ്ങനെ ആ ചങ്ങല ഇങ്ങനെ കോർത്തിണക്കി
പക്ഷെ ഇടയിൽ ഏതോ ഒരാൾ മുറിഞ്ഞു പോകും. അയാൾക്ക് എവിടുന്ന് കിട്ടിയത് മനസ്സിലാവണില്ല. പക്ഷെ അയാൾക്ക് കിട്ടിയ ആളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ അതിനകത്ത് കട്ടായി പോയിട്ടുണ്ടാവും. അപ്പൊ അത് മാറ്റൂ. അത്ര കണിശമായിട്ടാണ് ഈ കാര്യം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ ഈ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനം രൂപപ്പെടുത്തിയത് ഇങ്ങനെയുള്ള പൂർവിക സമൂഹങ്ങൾ ഇതിൽ നിന്ന് വക്രത കാണിച്ചതുപോലെ ഇതിലാരും വക്രത കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ എന്നൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വെറുതെ ഇങ്ങനെ നബി പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. പറഞ്ഞു എന്ന് ഉറപ്പുള്ളതാണ് പറയാൻ പാടുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട, ഒരു ആപ്തവാക്യം പോലെ പറയാം. ചിലപ്പോ കാര്യം നല്ലതായിരിക്കും, പറഞ്ഞ വാക്ക് നന്നായിരിക്കും, പക്ഷേ അത് ഹദീസ് ആയിക്കൂല. നല്ലൊരു വാക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ ഹദീസാന്ന് തെറ്റിദ്ധരിച്ച പല വാക്കുകളും ആചാര്യാണ്, ഹദീസാന്ന് വിചാരിച്ചു പോയത്. അപ്പോ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. പിന്നെ ഇന്നത്തെ പ്രസക്തിയും മുത്തഫഖുൻ അലൈഹിക്ക് എന്താ പ്രശ്നം? അല്ല, മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രണ്ടു കൂട്ടരും കൂടി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു ഇത്തിഫാഖ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടുള്ള പ്രമാണം ഹദീസാണ്. ആ ഹദീസുകളിൽ തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്തതിന് 1-ാം സ്ഥാനം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് തൊട്ടടുത്തത്. എന്നാൽ ബുഖാരിയും മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്തതാണ് അതിലേറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ഹദീസുകൾ ഇങ്ങനെ നോക്കുമ്പോ ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസുണ്ട്, അതിന് താഴെയും ഒരുപാട് റിപ്പോർട്ടർമാരുണ്ട്, അവരാരെങ്കിലും റിപ്പോർട്ട് ചെയ്തതുണ്ട് എങ്കിൽ അതിന് പരിഗണന കൊടുക്കുന്നതിനാണ് ബുഖാരി മുസ്ലിം. ഇങ്ങനെയൊക്കെ ഉള്ള ചില മാനദണ്ഡങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നർത്ഥം. പുതിയ കാലത്ത് ഉള്ള ഇതിന്റെ പ്രസക്തിയും വെല്ലുവിളിയും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിനെതിരെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ തന്നെ ബൈബിളിന്റെ അറബി പരിഭാഷയിൽ ദൈവം എന്നുള്ളതിന് അല്ലാഹു എന്നാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രയോഗിക്കുന്ന ഒരു വസ്തുത ഇവിടെ ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞാൽ, ഒരാള് അറബ് നാട്ടിൽ പോയി വരുമ്പോ അവിടുന്ന് ഒരു ബൈബിളും വാങ്ങി വരികയാണെങ്കിൽ ആ ബൈബിളില് അള്ളാഹു എന്നാണ് ഉണ്ടാവുക. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരിക്കെ നമ്മുടെ നാട്ടില് അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമാണെന്നും യഹോവയ്ക്ക് പറയുന്ന പേരല്ലാന്നും ഒക്കെയുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ യഹോവ വേറെ തന്നെയാണ്, അള്ളാഹു എന്ന് പറയുന്നത് അറബികളുടെ ഒരു കുലദൈവമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അബ്രഹാമും ഇബ്രാഹിമും ഒന്നല്ല, യേശുവും ഈസയും ഒന്നല്ല, മോശയും മൂസയും ഒന്നല്ല എന്ന് പ്രചരിപ്പിക്കാനായിട്ട് ഒരു പ്രഭാഷകനുണ്ട് ഓൺലൈനിൽ. അപ്പൊ എന്തിനാന്ന് ചോദിച്ചാല് അതിന്റെ തുടർച്ചയാണ് ഇത് എന്ന ഒരു കണക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അതൊന്ന് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുകയാണ്. എന്തായാലും സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കാതെ അള്ളാഹുവിന്റെ കലാം ശരിയായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാവുക എന്ന പാഠമാണ് ഇതിലുള്ളത്. വ്യാജ പ്രചാരണങ്ങളെ വിവേകത്തോടു കൂടി നേരിടാൻ സന്നദ്ധരാവണം. നമ്മുടെ പ്രാർത്ഥന റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലേ, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. ആ ആ ആ പോയതാണ്. ആ ആ അതിനെന്താ കഴിവ്, നിങ്ങൾ അതിന് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. യെസ്, ഗുഡ്. അത് വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതിനെന്താ.
ബുഖാരി എന്ന് പറയുന്നത് ഇമാം ബുഖാരിയിൽ ജനിച്ച ആളാണ്. അത് അറേബ്യയിലല്ല. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ഒരാള്, അയാളെങ്ങനെ ഈ ഹദീസൊക്കെ പറയാതാണ് വിമർശകന്മാര് പറയും. മാഷ് പറഞ്ഞത് അതിന്റെ പോസിറ്റീവ് വശമാണ്. ഒരു അറബി ജന്മം കൊണ്ട് അറബി അല്ലാതിരുന്നിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ വിൽപ്പത്തി നേടി പഠിച്ചെടുത്ത് ഇതിന്റെ ടോപ്പ് ലെവലിൽ എത്തി എന്നതാണ്. അത് ശരിയാണ്. ആദ്യം പറഞ്ഞ വാദത്തിന് എന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറബികളുടെ ഒരു മതമല്ല. മുഹമ്മദ് നബി അറബികളുടേത് മാത്രവുമല്ല. ഇത് സാർവലൗകികമാണ്, ഇത് സാർവദേശീയമാണ്, എല്ലാ ലോകത്തേക്കുള്ള റബ്ബുൽ ആലമീനാണ്, ലോകരക്ഷിതാവിന്റെ ജീവിത ദർശനമാണ്. അപ്പൊ അതിൽ ഇന്ന രാജ്യം എന്നൊന്നുമില്ല. അപ്പൊ എവിടെയുള്ള ആളുകൾക്കും ഇത് മനസ്സിലാക്കാം, എവിടെയുള്ള ആളുകൾക്കും ഇത് കൊണ്ടു നടക്കാം. പിന്നെ ബുഖാരി ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുകയല്ല. ഈ പറഞ്ഞ ഈ നിദാന ശാസ്ത്രത്തിന്റെ ഏറ്റവും തുടക്കം എന്ന നിലയിൽ ഹദീസുകളെ അദ്ദേഹം ശേഖരിക്കുകയാണ് ചെയ്തത്. ഓരോ നാട്ടിലെ പണ്ഡിതന്മാർ, അന്നത്തെ കാലത്ത് ഓരോ നാട്ടിലെ പണ്ഡിതന്മാരുടെ അടുത്ത് ചില ഹദീസുകൾ ഉണ്ടാവും, പുസ്തകമായിട്ട് വന്നിട്ടില്ല. ചില ഹദീസുകളൊക്കെ ചില പുസ്തകത്തില് ആരുടെയെങ്കിലും കയ്യെഴുത്ത് കിതാബുകളിലൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കിതാബുകൾ ഇദ്ദേഹം സഞ്ചരിച്ച്, അന്നത്തെ കാലത്ത് വാഹന സൗകര്യങ്ങൾ കുറവ്, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കുറവ്, രാജ്യങ്ങൾ സന്ദർശിച്ചു, ഉള്ളത് ശേഖരിച്ചു. എന്നിട്ട് ആ ശേഖരിച്ചത് മൊത്തം എഴുതി വെക്കുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ കുറെ ക്രൈറ്റീരിയ അദ്ദേഹം ഉണ്ടാക്കി. അതിൽ അദ്ദേഹം കാണിച്ച ഒരു വലിയ സൂക്ഷ്മത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ കണ്ണി സിൽസില മുറിയാതെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ ആ ഹദീസ് കിട്ടിയ ആള് നിങ്ങൾക്ക് ഇത് എവിടുന്ന് കിട്ടിയതാണ്, അയാൾക്ക് എവിടുന്ന് കിട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അയാൾ ആരാണ്? ഇപ്പൊ നമ്മളെ നെറ്റിൽ അടിച്ചു നോക്കിയാല് ഇമാം ബുഖാരിക്ക് കിട്ടിയ ഒരു ഹദീസ് ആരടുത്തുനിന്ന് കിട്ടിയെന്നതിലുണ്ടോ, അദ്ദേഹത്തിന്റെ ചരിത്രം ഉണ്ടാവും. അദ്ദേഹം ഇന്നാളെടുത്ത് പഠിച്ചു, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ കുടുംബം, ഇങ്ങനെ ഉണ്ടല്ലോ. ഇവരുടെ ഒക്കെ ഹിസ്റ്ററി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു ഭയങ്കര കടലാണിത് സംഭവം. അങ്ങനെ കിട്ടാത്ത ആൾക്കാരെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇത് എന്തിനു പറ്റൂല? അമലിന് പറ്റൂല, അഖീദക്ക് പറ്റൂല. ചില ഹദീസുകൾ, ആ ഹദീസ് വെച്ചിട്ട് അമൽ ചെയ്യാൻ പറ്റൂല, ആ ഹദീസ് വെച്ചിട്ട് വിശ്വാസത്തിൽ നമ്മൾ പുതിയതായി എന്തെങ്കിലും ചേർക്കാൻ പറ്റൂല. പക്ഷേ ആ ഹദീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, പിന്നെ ഒരു നല്ല വിചാരം ഉണ്ടാക്കാനൊക്കെ പറ്റും. തർഗീബ് തർഹീബ് എന്ന് പറയുന്ന ഹദീസുകളിലെ ഒരു സംഗീതം ഉണ്ട്. എന്താന്ന് വെച്ചാല്, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, നരകത്തെക്കുറിച്ചുള്ള ഭയം. അപ്പൊ അങ്ങനെ കുറെ ഹദീസുകളുണ്ട്. സ്വർഗം ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് ഹദീസ് ഉപയോഗപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല, നരകത്തെ ഭയപ്പെടാൻ ഹദീസ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഹദീസിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഉണ്ടാവും, ഒരു ദുർബലത എവിടെയെങ്കിലും, അത് വേറെ തന്നെ കാണിക്കും എന്നർത്ഥം. അപ്പൊ ഏതായാലും അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതൊക്കെ ആയതിനു ശേഷവും പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി ഈ രേഖപ്പെടുത്തിയ ലക്ഷക്കണക്കിന് വാക്യങ്ങൾ ധാരാളക്കണക്കിന് നാടുകൾ സന്ദർശിച്ച് ശേഖരിക്കുന്നതിനിടയിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു കാലത്ത്, പ്രിന്റിംഗ് മീഡിയ ഇല്ലാത്തൊരു കാലത്ത് എഴുതി വെച്ചതിൽ ഏതെങ്കിലും ഒരു ഹദീസ് ചിലപ്പോ ഖുർആനിക ആശയത്തിന് വിരുദ്ധമായത് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടോ ഉടനെ എന്ത് ചെയ്യണം? ഖുർആൻ എടുക്കാൻ. ഇത്ര ഉള്ളൂ ഇതില്. പക്ഷേ അതെങ്ങനെ അങ്ങനെ എഴുതാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഇദ്ദേഹം ചെയ്തൊരു പണി എന്താന്നുള്ളത് മനസ്സിലാവണില്ല. നമ്മളത് മുഴുവൻ വായിക്കാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു പണിയെടുത്തു, അതിന്റെ ബാക്കി നമ്മൾ ചെയ്യാണല്ലോ വേണ്ടത്. ശരിക്കും ഈ വിജ്ഞാനം അദ്ദേഹത്തിന്റെ സ്വന്തമാക്കി വെച്ചിട്ടില്ല, അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പ് തന്നു.
അപ്പൊ അതിനെ പൂർത്തീകരിക്കുന്നതിന് പകരം അറബി ഭാഷ അറിയാതെ, ന്യായങ്ങൾ അറിയാതെ, ഉലൂമുൽ ഹദീസ് അറിയാതെ, ഉസൂലുൽ ഫിഖ്ഹിന്റെ ഉസൂലുകൾ എന്തെന്നറിയാതെ, ഉലൂമുൽ ഖുർആനിന്റെ അവതരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ ഖുർആൻ പഠിക്കലല്ല, ഖുർആനിനെ കുറിച്ച് പഠിക്കുക എന്നത് വേറെ ഒരു ശാസ്ത്രശാഖയാണ്. ഇതൊന്നും അറിയാതെ നെറ്റിൽ നോക്കി ഒരു പരിഭാഷ വായിച്ചിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന അബദ്ധം കാണിച്ചു കളയുന്നു എന്നത് ഒരു പ്രശ്നമാണ്. 81 ഓർക്കുക, അള്ളാഹു പ്രവാചകന്മാരോട് ഇങ്ങനെ ഉറപ്പു വാങ്ങിയ സന്ദർഭം. നമ്മളിപ്പോ പറഞ്ഞത് 79 പറഞ്ഞോ? അല്ല, 78 പറഞ്ഞത്. ഏത് പറഞ്ഞാലും കുഴപ്പമില്ലാന്ന് ഇരിക്കരുത്, നിങ്ങൾ പറയണം. 79 ഒരാൾക്ക് അള്ളാഹു വേദപുസ്തകവും യുക്തിജ്ഞാനവും നൽകി, പ്രവാചകത്വവും നൽകി. എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ എന്റെ അടിമകളായിക്കോളൂ, പടച്ചവന്റെ അടിമ ആവണ്ടെന്ന് പറയേ. ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യോ? അള്ളാഹ് ചോദിക്കാൻ. ഏതോ ഒരാൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അള്ളാഹു ഒരാൾക്ക് കിതാബ് കൊടുത്തു, അയാൾക്ക് ഹിക്മത്ത് കൊടുത്തു, അദ്ദേഹത്തിന് പ്രത്യേകമായി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നുബുവത്ത് കൊടുത്തു. ഇതൊക്കെ കിട്ടിയിട്ട് ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ന ഇബാദത്ത് ചെയ്തോളി. അങ്ങനെ ഒരു മനുഷ്യൻ പറയോ? ഈസാ നബിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹു ഈസാ അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തു, ഈസാ അലൈഹി സ്വലാമിന് കിതാബ് കൊടുത്തു, ഈസാ അലൈഹി സ്വലാമിന് നുബുവത്ത് കൊടുത്തു. എന്നിട്ട് ഈസാ നബി വന്നിട്ട് പറയേ നിങ്ങൾ ഇന്നെ ഇബാദത്ത് ചെയ്തോളി, ഇന്നെ ആരാധിച്ചോളി, ഇന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളി. അങ്ങനെ ഒരാൾ പറയോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അങ്ങനെ പറയോ? ഒരിക്കലും അങ്ങനെ പറയൂല. ശരിക്കും അദ്ദേഹം പറയെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ റബ്ബാനികളാവുക എന്നാണ് യഥാർത്ഥത്തിൽ പറയുക. നിങ്ങൾ മലക്കുകളെയും നബിമാരെയും രക്ഷകരാക്കണമെന്ന് അദ്ദേഹം ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കുക എന്ന സംഭവം ഉണ്ടാവൂല. കാരണം നിങ്ങൾ മുസ്ലിങ്ങളായതിനു ശേഷം പിന്നെ കാഫിരീങ്ങളാവാൻ വേണ്ടി ഒരു നബി നിങ്ങളോട് പറയോ? ക്രിസ്ത്യാനികള് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിളിച്ചു പ്രാർത്ഥിക്കും. പിതാവ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവും, പുത്രൻ എന്നതുകൊണ്ട് ഈസാ നബിയും, പരിശുദ്ധാത്മാവ് എന്നുള്ളത് കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാമുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അള്ളാഹ് തന്നെ ചോദിക്കാണ്. അള്ളാഹ് ചോദിക്കുന്ന ഈ ആയത്ത് കൊണ്ടുവരുന്നത് ജിബ്രീലാണ്. ചോദിക്കാണ്, ഇങ്ങനെ ഒരു നബി വന്നിട്ട് നിങ്ങൾ മലക്കിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, അല്ലെ മലക്കിനെ രക്ഷകനാക്കിക്കോളി. അതുകൊണ്ടാണല്ലോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ രക്ഷകരായും ഇവരൊക്കെ സഹായികളായും സ്വീകരിക്കാൻ ഒരു നബി പറയൂ നിങ്ങളോട്? നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ അത്? നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഈസാ നബിയിൽ വിശ്വസിച്ച് അല്ലെ അള്ളാഹുവിന് കീഴ്വണങ്ങിയവരായതിനു ശേഷം പിന്നെ കാഫിരീങ്ങളാവാൻ വേണ്ടിയിട്ട് നബി നിങ്ങളോട് പറയോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ നജറാനിൽ നിന്നുള്ള ക്രൈസ്തവ പ്രതിനിധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് ആ ഒരു സന്ദർഭത്തിൽ തന്നെ ചില ജൂതന്മാരും എന്തായിരുന്നു എന്ന് വെച്ചാല് നബിയോട് സംവാദം നടത്തിയിട്ടുണ്ടായിരുന്നു. അവര് വന്നല്ലോ ഏതായാലും. അപ്പൊ വന്നിട്ട് കണ്ടല്ലോ, ചിലപ്പോ ഒരാൾ കുറച്ച് ചോദ്യം ചോദിക്കാനാണ്, ഇപ്പൊ നമ്മള് 2 ചോദ്യം ചോദിക്കട്ടെ എന്ന് വിചാരിക്കുക, ചിലപ്പോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചില യഹൂദികളും വന്നിട്ട് സംവാദം നടത്തിയിരുന്നു. അപ്പൊ അവിടെ യഹൂദികൾ ഉസൈർ എന്ന മഹാനെ ദൈവപുത്രനായി സ്വീകരിച്ചു. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ ഈസാ മസീഹിനെ ക്രിസ്ത്യാനികളും ദൈവപുത്രനായി സ്വീകരിച്ചു. അപ്പോ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്.
പുരോഹിതന്മാർ ജനങ്ങളെ തങ്ങൾക്ക് വിധേയരാക്കാൻ ശ്രമിച്ചപ്പോ നബി ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ നബീനെ ഒന്നും ആരാധിക്കരുത്, ഇന്നെ ആരാധിച്ചോളി എന്നല്ല. അതാണ് വ്യത്യാസം. പലപ്പോഴും പല ഭൗതികന്മാരും ഓൾക്ക് ഇതിൽ വിവരമില്ലാത്തതുകൊണ്ട് ഓല് പറയും എല്ലാവരും അവനാൻ്റെതാ ശരി എന്നാ പറയണത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. കേട്ടാൽ നമുക്ക് തോന്നും അതന്നെയല്ലേ കുഴപ്പം. അവനവൻ്റെതില് വിശ്വസിച്ചിങ്ങനെ പോയാൽ പോരെ, ഞങ്ങളത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയല് ഒരു ശരിയല്ലല്ലോ എന്ന് പറയും. അത് വേഗം പ്രചാരം കിട്ടുന്നൊരു വാദമാണ്. പക്ഷെ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യേശുവിനെ ആരാധിച്ചോളൂ എന്ന് അവർ പറയുമ്പോൾ വേണ്ട നിങ്ങൾ മുഹമ്മദ് നബീനെ ആരാധിച്ചു, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ യേശുവിനെ ആരാധിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മുഹമ്മദ് നബീനെ ആരാധിച്ചോളൂ എന്നല്ല. നമ്മൾ പറയുന്നത് യേശുവിന്റെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിച്ചോളൂ. മനസ്സിലായോ? മുഹമ്മദ് നബീനെ ആരാധിക്കാൻ നമ്മൾ പറയണില്ല. യേശുവിനെ അതാണ് പറഞ്ഞത് എന്നാണ് നമ്മൾ അവരോട് പറയുന്നത്. അത് വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട, മുഹമ്മദിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളി എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് കൃഷ്ണനെയും സൃഷ്ടിച്ചവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പറയണത് ശരി തന്നെയാണ്, നിങ്ങൾ പറയണത് ശരി തന്നെയാണ്, എന്നാലും നമ്മൾ പറയണത് ശരിയാണ്. ഇങ്ങനെ പറയണതിന് എന്താ നിലപാടെന്ന് പറയോ? എല്ലാം ശരിയാവോ? എല്ലാം ശരിയാവോ? ഇപ്പൊ രാത്രിയാണെന്ന് പറയണു, ഇപ്പൊ പകലാണെന്ന് പറയണു, ഒക്കെ ശരിയാവോ? നിങ്ങൾ വിചാരിച്ചോളി ഇപ്പൊ രാത്രിയാണ്, അതിന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതിനെ കൊണ്ട് നിങ്ങൾക്ക് ചായ കണ്ടെക്കൂല. എന്നാലും നമ്മളും ശ്രദ്ധിക്കൂ, ഇപ്പൊ രാത്രി എന്ന് പറയുന്ന ആളാണുള്ളത് എന്ന നിലക്ക്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യൂല, പാവം തോന്നുന്നുള്ളൂ. പാവം അയാൾ പറയണത് ഇപ്പൊ രാത്രി ആയിരുന്നാണല്ലോ. അല്ലാതെ നമ്മളതിനെന്തില്ല, നിങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്തൂല. പക്ഷെ ഇപ്പൊ പകലാണ്, അതെന്താണ്, അതൊരു സത്യം. അങ്ങനല്ലാതെ ഒരാൾ പറഞ്ഞാൽ അയാൾ കപടനല്ലേ? ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കപടനാവാനാണോ നിങ്ങൾ പറയണത്? അപ്പൊ ചില വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, നമ്മൾ ജീവിക്കുന്ന പോലെയുള്ളൊരു മതേതര ജനാധിപത്യ ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾ ഇസ്ലാമാണ് ശരി എന്ന് പറയുന്നത് ഒരു തകരാറല്ലേ? ഇവിടെ ഇത് പറയാൻ പറ്റില്ല, ഇവിടെ വേറെന്തോ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളെ കയ്യിലാകതല്ലേ ഉള്ളൂ. പക്ഷെ കുഴപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിനെ ഒരു ജാതിയായും ഒരു മതമായും ഒരു സമുദായമായും കണ്ടാൽ ഇതൊക്കെ പ്രശ്നം. ഇതങ്ങനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ ഇത് പൊതു സ്വത്താണ്, എല്ലാവരുടേതുമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടെന്നാ പോരാ, നമ്മളെ നിലപാട് അങ്ങനെ ആയിരിക്കും. അപ്പൊ യഹൂദർ പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മുഹമ്മദ് നിന്നെ ആരാധിക്കണം എന്നാണോ ഇപ്പൊ ഈ പറയുന്നത്? മൊത്തത്തിൽ ഇപ്പൊ ഈ എന്തെല്ലോ പറയുന്നുണ്ട്, ഒക്കെ അടക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ എന്നെ ആരാധിക്കണം എന്നാണോ ഇപ്പൊ ഈ പറയണത് ചോദിക്കുന്നു. അപ്പൊ അതിന്റെ മറുപടി കൊണ്ടുകൂടിയാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ്. ഇത് ഖുറാനിൽ തന്നെ വേറെയും സ്ഥലത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരാൾക്ക് വേദഗ്രന്ഥവും വിവേകവും പ്രവാചകത്വവും നൽകുകയും എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് അള്ളാഹുവിനെ വിട്ട് എന്റെ അടിമകളാവുകയും ചെയ്യുവിൻ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കൂല. അപ്പൊ അള്ളാഹു നൽകുന്ന 3 അനുഗ്രഹങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒന്ന് അൽ കിതാബാണ്, മറ്റൊന്ന് അൽ ഹുക്കുമാണ്, മറ്റൊന്ന് അന്നുബുവത്താണ്. അപ്പോൾ ഒന്ന് അൽ കിതാബ് നമുക്കറിയാം, അള്ളാഹുവിന്റെ കിതാബ്. 2 ഹുക്കുമാണ്, വിധിയാണ്, വിധി, ഓരോ കാര്യങ്ങളുടെയും വിധി തീർപ്പ് കൽപ്പിക്കുക എന്നതാണ്. 3-മത്തത് നുബുവത്താണ്, പ്രവാചകത്വം. ഇതൊരു നിസ്സാരമായൊരു സംഗതിയല്ല. ഖുർആനിലെ ആരാണ് കാഫിർ എന്ന് പറയുന്നുണ്ട്? സൂറത്തുൽ മാഇദയിൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു ഇറക്കി തന്നതനുസരിച്ചല്ല നിങ്ങൾ വിധി കൽപ്പിക്കുന്നതെങ്കിൽ കാഫിരീങ്ങളാണ്.
സൂറത്തുൽ മാഇദ. അതേ ആയത്തിന്റെ തൊട്ടടുത്ത് വ ഉലൈക ഹുമുൽ ഫാസിഖൂൻ വ ഉലൈക ളാലിമൂൻ എന്ന് പറയാതെ ഇത് തന്നെ ആവർത്തിച്ചു പറയാണ്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹു ഇറക്കി തന്നതനുസരിച്ച് നിയമം ഉണ്ടാക്കാത്തവര് ളാലിമാണ്, കാഫിറാണ്, ഫാസിഖാണ്. അപ്പൊ അത് ഗൗരവപ്പെട്ടൊരു സംഗതിയാണ്. 3 സംഗതിയും ഖുർആന്റെ അടുത്തടുത്ത് പറഞ്ഞു. ഇനി റബ്ബാനി ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകന്മാർ ജനങ്ങളെ ക്ഷണിക്കുന്നത് തങ്ങളിലേക്കല്ല, വദാഇയൻ ഇലല്ലാഹ് എന്നാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ നബിമാര് നിങ്ങൾ ഞങ്ങൾ ഇബാദത്ത് ചെയ്തോളി എന്നല്ല പറയുന്നത്. ഇവിടെ അങ്ങനെയാണ് യേശു കൃഷ്ണൻ മുഹമ്മദ് ഇങ്ങനെയാണ് കൂട്ടി പറയാ. അപ്പൊ ആള് വിചാരിക്കും യേശുവിനെ പോലെ കൃഷ്ണനെ പോലെ ഒരു മുഹമ്മദ് നബി. ഫോട്ടോ വെക്കുമ്പോ ഒരു കൃഷ്ണന്റെ ഫോട്ടോ, ഒരു യേശുവിന്റെ ഫോട്ടോ, ഒരു മദീനന്റെ ഫോട്ടോ. അപ്പോ ഇതെന്താണ്? പണ്ട് കോയക്ക പറഞ്ഞല്ലോ, അതാണ് ഇന്നോട്ടെ ആരാ കഴിച്ചിലാക്കാന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഓട്ടോറിക്ഷന്റെ മുതലാളിച്ചി പറഞ്ഞു കോയക്കാനോട്, കോയക്ക ഇത് ഞാൻ വെച്ചൊരു ഫോട്ടോ ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ ഓടിക്കുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്ത് ഒഴിവായിക്കളി എന്ന് പറഞ്ഞപ്പോ കോയക്ക ഈ ഓണറോട് പറയാണ്, ഹിന്ദുവായ ഓണറാണ്, ഒരു അപകടം വരുമ്പോ ആരാ അറിയില്ലല്ലോ, നമുക്ക് രക്ഷപ്പെടുത്തും, ആടന്നോട്ടെ. അപ്പോ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാക്കാൻ തന്നെയാണ് വിളിക്കും. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഒരു സമീകരണമാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഒരു മതം എന്ന് പറഞ്ഞാൽ കുറെ നിഗൂഢതകളാണ്. അപ്പൊ ഇസ്ലാമും അങ്ങനെ തന്നെ ആയിരിക്കും. മതം എന്ന് പറയുന്നത് ഒരു വികാരമാണ്, വ്രണപ്പെടുന്ന ഒരു വികാരം. അപ്പൊ ഇസ്ലാമും അങ്ങനെ ആയിരിക്കും അല്ലോ. മതം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മീയമായ കാര്യങ്ങൾ നേർത്ത്. അപ്പൊ ഇസ്ലാമും അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഇതെല്ലാം ഇതുപോലെ ആയിരിക്കും എന്നൊരു ധാരണ സൃഷ്ടിക്കാൻ ഈ കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം അതുപോലെയുള്ള ഒരു സംവിധാനം ആയിരുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത് എന്താന്ന് വെച്ചാൽ, കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ എന്താവുക? റബ്ബാനികളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാവുക. അള്ളാഹുവിനോട് പൂർണ്ണമായും കൂറുള്ളവരും വിജ്ഞാനവും ഭക്തിയും ഒത്തിണങ്ങിയവരുമാവുക. ഈ വേദഗ്രന്ഥം വെറുതെ വായിക്കാൻ മാത്രമുള്ളതല്ല, അത് പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗിക്കാനുമുള്ളതാണ് എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യരുത്. മലക്കുകളെയോ പ്രവാചകന്മാരെയോ റബ്ബുകളായി സ്വീകരിക്കാൻ മതം അനുവദിക്കുന്നില്ല. അപ്പോൾ നബിയെ പോലും സുജൂദ് ചെയ്യരുതെന്നാണെങ്കിൽ, കുറച്ചാൾക്കാർ വന്നിട്ട് നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലയോ റസൂലേ, ഞങ്ങൾ എല്ലാവർക്കും സലാം പറയുന്നുണ്ട്, നിങ്ങൾക്കും സലാം പറയുന്നുണ്ട്, അപ്പൊ എല്ലാരെയും പോലെ ആയിപ്പോലും നിങ്ങളും, അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ ഞങ്ങളൊന്ന് സുജൂദ് ചെയ്തോട്ടെ. കാരണം മറ്റേതിപ്പോ എല്ലാവരോടും അസ്സലാം വലൈക്കും പറയുന്നു, നിങ്ങളോട് അസ്സലാം, അപ്പൊ ഇതൊരു വ്യത്യാസമില്ലല്ലോ, അപ്പൊ നിങ്ങളൊന്ന് സുജൂദ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, നിങ്ങള് ആദരിച്ചോളി, പക്ഷെ അല്ലാത്ത ആർക്കും സുജൂദ് ചെയ്യും. എല്ലാവരെക്കാളും റസൂലിനെ ആദരിക്കണം, അതൊക്കെ സുജൂദ് ചെയ്യും. റസൂലിനെ വരെ സുജൂദ് ചെയ്യാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഖബറിന്റെ മുമ്പിൽ പോയിട്ട് സുജൂദ് ചെയ്യാം? റസൂലിനെ പറഞ്ഞു, റസൂലിനെ ആദരിച്ചാൽ മതി സുജൂദ് ചെയ്യാൻ. അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ കാക്കമാരായ ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് ഖബറിന്റെ മുമ്പിലും പോയിട്ട് സുജൂദ് ചെയ്യും. ചില ആളുകൾ കാല് തൊട്ട് തലയിൽ വെക്കണ പരിപാടിയില്ലേ നമ്മളെ ഹൈന്ദവ സഹോദരന്മാർ ചെയ്യുന്ന, അത് മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെ തലവരിക്കൂല. അപ്പൊ നമ്മളോട് അവർക്കൊരു നിങ്ങളെന്താ ഒരു റെസ്പെക്ട് ഇല്ലാത്തത്. നമ്മളെ പ്രശ്നം എന്താണ്? നമ്മളെ പ്രശ്നം ഓലോട് റെസ്പെക്ട് ഇല്ലാത്തതല്ല, നമ്മളെ പ്രശ്നം നമ്മളെ തല അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുള്ളൂ. അതാണ് എന്റെ പ്രത്യേകത. അതെല്ലാത്തിലും ഉണ്ട്.
അപ്പൊ ഏതായാലും പ്രവാചകന്മാർ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള വഴികാട്ടികളാണ്. തങ്ങളെ ആരാധിക്കാൻ അവർ പറയുന്നില്ല. തങ്ങളെന്ന് പറഞ്ഞാൽ അവരെ അർത്ഥത്തിലാട്ടോ. തങ്ങളെയും ആരാധിക്കാൻ പറയുന്നില്ല. അങ്ങനെ ആ അർത്ഥത്തിലെടുത്താലും അതും ശരി തന്നെയാണ്. തങ്ങന്മാരോട് നമുക്ക് വിയോജിപ്പ് എതിർപ്പൊന്നുമില്ല കേട്ടോ. അവരോട് നമുക്ക് സ്നേഹമുള്ളൂ. വളരെ സൈലന്റ് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാർ. പാവങ്ങളാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ ലെ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിബാഅ. അല്ലാഹുവേ, സത്യത്തെ സത്യമായി ഞങ്ങൾക്ക് കാണിച്ചു തരികയും അത് പിന്തുടരാൻ തൗഫീഖ് നൽകുകയും ചെയ്യണമേ. അസത്യത്തെ അസത്യമായി തന്നെ കാട്ടിത്തരികയും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കരുത്തു നൽകുകയും ചെയ്യണമേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ഓക്കെ, ഇനി 81-ാമത്തെ ആയത്ത് ഒന്ന് കരുതി പിടിച്ചിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടു. ആ 80 ഇടയിൽ പറഞ്ഞു. രണ്ടും ഒന്നിച്ചോ. ഓർക്കുക, അള്ളാഹു പ്രവാചകന്മാരോട് ഇങ്ങനെ ഉറപ്പുവാങ്ങിയ സന്ദർഭം: ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകി. പിന്നീട് നിങ്ങളുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൈവദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും വേണം. അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങളിത് അംഗീകരിക്കുകയും അതനുസരിച്ച് എന്നോടുള്ള കരാർ ഒരു ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെയ്തില്ലേ? അവരറിയിച്ചു, അതെ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളാവുക, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായിട്ടുണ്ട്. 82, അതിനുശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവർ തന്നെയാണ് അധർമ്മകാരികൾ എന്ന്. അപ്പൊ ഇതിന്റെ ഒരു പാഠം എന്താന്ന് ചോദിച്ചാൽ, ഒരു നബിയും തങ്ങളുടെ മുമ്പുള്ളവരെയോ ശേഷം വരുന്നവരെയോ നിഷേധിച്ചിട്ടില്ല. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ഉള്ള ഒരു ശൃംഖലയാണ് നബുവത്ത്, ഒരു ചങ്ങലയാണ്. കുറെ വട്ടക്കണ്ണി നല്ല ഉറപ്പും നല്ല സ്റ്റൈലും ഉള്ളത് വേറെ വേറെ കെടുക്കുകയാണെങ്കിൽ അതൊരു ചങ്ങലയാവൂല. എത്ര ഉറപ്പുള്ളതും മൊഞ്ചുള്ളതും ആണെങ്കിലും അത് ഒരു കണ്ണിയാവുള്ളൂ. അങ്ങനെ കൂട്ടിയിട്ട് ഒരു കൊട്ടയിലിട്ട് എന്നാലും അതെന്താണ്, ഒരു കണ്ണി. ഈ കണ്ണികൾ പരസ്പരം കോർത്ത് വെക്കുമ്പോഴാണ് അതെന്താവുക, ചങ്ങല. ഒരു കണ്ണി പൊട്ടിയാൽ ചങ്ങലയും പൊട്ടി. ഞങ്ങൾ ബാക്കി പറയും വിചാരിച്ചു, ഞാൻ ചമ്മിപ്പോയി. അപ്പോ അതെന്താന്ന് വെച്ചാൽ വലിയൊരു ചങ്ങല ഉണ്ടാവുന്നത് ചെറിയ 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 കണ്ണികൾ കോർത്ത് അങ്ങനെയാണ്. അപ്പൊ എല്ലാ നബിമാരെയും അംഗീകരിക്കുമ്പോഴാണ് ഈ നുബുവത്ത് എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യസ്ത നാടുകളിലേക്ക്, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത ശൈലികളിൽ നബിമാർ വന്നിട്ടുണ്ട്. അതെന്തിനാന്ന് ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ വന്ന ഒരു നബിയും ഒരു വട്ടക്കണ്ണിയായിട്ട് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയണ മാത്രങ്ങൾ കേൾക്കുക, പിന്നെ എനിക്ക് ശേഷം പ്രളയം, അങ്ങനെയല്ല. അതുകൊണ്ട് മൂസാ നബി മൂസവി മതം അല്ലെങ്കിൽ ഒരു യഹൂദ മതം ഉണ്ടാക്കിയിട്ടില്ല. ഈസാ നബി ഒരു ഈ പറഞ്ഞ പോലെയുള്ള ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല, ഒരു പുതിയ മതം ഉണ്ടാക്കിയിട്ടില്ല. അവർ പറയണത് എനിക്ക് ശേഷം ഇനി ആൾ വരാനുണ്ട്, നിങ്ങൾ അവരെ അംഗീകരിക്കണം, എനിക്ക് മുമ്പുള്ളവരെ അംഗീകരിക്കണം എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നബിയുടെ ദേശത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, വംശീയമായ ബോധത്തിന്റെ പേരിൽ ആ നബിയെ മാത്രം അംഗീകരിക്കുക, അതിന് മുമ്പുള്ളതിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതിന് ശേഷമുള്ളതിനെ പറ്റും അറിയില്ല എന്ന് പറയുമ്പോഴാണ് അതൊരു പ്രത്യേക മതമായി രൂപപ്പെടുക. ഇന്ത്യയിലൊക്കെ വന്ന പല പ്രവാചകന്മാരുടെയും അനുയായികൾ അവരുടെ മുമ്പുള്ളവരെ കുറിച്ചും ചിന്തിക്കാതെ ശേഷമുള്ളവരെ കുറിച്ചും ചിന്തിക്കാതെ വന്നപ്പോഴാണ് അവർ വേറൊരു മതമായിട്ട് രൂപപ്പെടുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് യഹൂദ മതവും ക്രിസ്തു മതവും. ആദം നബി മുതലുള്ള എല്ലാ നബിമാരെയും അവർ അംഗീകരിച്ചു, ഇസ്രയേലരല്ലാത്തവരെ അംഗീകരിച്ചില്ല, ഈസാ നബിനെ അംഗീകരിച്ചില്ല, അവരാണ് യഹൂദികൾ.
എല്ലാവരെയും അംഗീകരിച്ചു, ഈസാ നബിനെയും കൂടി അംഗീകരിച്ചു. അവരാണ് ക്രിസ്ത്യാനികൾ. അത് മുഹമ്മദ് നബിയെ അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ് യഹൂദികൾ ഈസാ നബിനെ അംഗീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ പൗരോഹിത്യത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിനെ അംഗീകരിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ വംശീയ ബോധം കൊണ്ടാണ്. അപ്പോൾ ദേശീയമായ, വംശീയമായ, ജാതീയമായ അത്തരം വികാരങ്ങൾ മുകളിൽ വരികയും അള്ളാഹുവിനോടുള്ള വിധേയത്വം താഴെ പോവുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ നബിമാരോടൊക്കെ പ്രതിജ്ഞ വാങ്ങി, നിങ്ങൾക്ക് ശേഷം വരാനുള്ള നബിമാരെയും അംഗീകരിക്കൂലേ. ആ നബിമാരോട് പ്രതിജ്ഞ വാങ്ങുന്നത് നബിമാരെന്തോ നിഷേധിക്കുന്നുള്ളത് കൊണ്ടല്ല. നബിമാരോട് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സമൂഹത്തോട് വാങ്ങിയെന്നാണ്. അപ്പൊ ആ പ്രവാചകന്മാർ ചെയ്ത പ്രതിജ്ഞ അവരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർക്ക് ബാധകമാണ്. ഇപ്പൊ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക ചെയ്തില്ലേ, എന്റെ മക്കളെ ഇങ്ങനെ. അപ്പൊ ഇബ്രാഹിം നബി വിശ്വസിക്കുന്നവര് ആ മക്കളെ എന്ത് ചെയ്യണം? നബിമാരായ മക്കളൊക്കെ അംഗീകരിക്കണം. അപ്പൊ ഇസാഖ് നബിന്റെ മക്കളെ അംഗീകരിക്കണം, ഇസ്മായിൽ നബിന്റെ മക്കളെ അംഗീകരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒഴിവാക്കരുത്. പിന്നെ മുഹമ്മദ് നബി മാത്രമാണ് എനിക്ക് ശേഷം വരാനുള്ളവർ അംഗീകരിക്കണം എന്ന് പറയാഞ്ഞത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ലാസ്റ്റ് നബി ആയതുകൊണ്ടാണ്. പക്ഷെ മുഹമ്മദ് നബി പറയുന്നു, മുൻപ് കഴിഞ്ഞ ഒരു നബിയെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഒരു ചങ്ങലയാണ് ഈ നുബുവത്ത് അല്ലെങ്കിൽ റിസാലത്ത്. അതിലെല്ലാവരെയും അംഗീകരിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ഇഷ്ടപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ അവരെ പേരൊക്കെ കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്നൊക്കെ പറയുന്നു. പക്ഷെ മുഹമ്മദ് നബി എനിക്ക് ശേഷം വരാനുള്ള നബിയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മുഹമ്മദ് നബി ഹജ്ജത്തുൽ വദായിൽ വെച്ച് മൊത്തം മുഅ്മിനീങ്ങളോട് ഞാൻ ചെയ്ത പണി നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു നബിയും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ശേഷം വേറെ നബി വരേനും, മൂസാ നബിക്ക് ശേഷം വേറെ നബി വരാൻ, ഈസാ നബിക്ക് ശേഷം വേറെ നബി വരാൻ. അപ്പൊ അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് മുഹമ്മദ് നബി എന്ത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ ചെയ്ത ദൗത്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റെടുത്ത് എന്ന് പറഞ്ഞിട്ട്. ഇത്രത്തോളമൊക്കെ ആയിട്ടും ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ അവർ തന്നെയാണ് അധർമ്മകാരികൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് 82 വരെയുള്ള അല്ലെങ്കിൽ 82 കൂടിയ ഈ ആയത്തുകളിൽ ഉള്ളത്. പരസ്പരം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് റമദാനിന്റെ നിലപാട്? നോമ്പ് നിൽക്കണം, രാത്രി നിസ്കരിക്കണം, പകല് കിടന്നുറങ്ങണം, പിന്നെ കുറച്ച് സക്കാത്തിന്റെ കൊടുക്കണം, അല്ലേ? നോമ്പറ നടത്തണം, വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ കാൽനോക്കങ്ങൾ ഉണ്ടായിക്കോളും. കാരണം നമുക്ക് ഇതൊക്കെ ജീവിക്കാനും അതിജീവനത്തിന്റെ ഉപാധികളാണ്. വ്യത്യസ്ത ടേസ്റ്റുകളും സംഗതികളും അതൊന്നും വേണ്ടാന്നൊന്നും വെക്കണ്ട. പക്ഷെ അതിനും വേണ്ടി മറ്റുള്ളത് നഷ്ടപ്പെട്ടു പോരുത് എന്നുള്ളു. ഒരു ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല, അപ്പം ചുട്ട് കുത്തിരിഞ്ഞു, അങ്ങനെ വരരുത് എന്നുള്ളു. ഖുർആനൊക്കെ ഓതുന്നവരും പഠിക്കുന്നവരും നോമ്പ് നോൽക്കുന്നവരും അള്ളാന്റെ മാർഗത്തില് പരിശ്രമിക്കുന്ന ആൾക്കാർ ഏറ്റവും നല്ല അപ്പം ചൂടാൻ വേണ്ടി. അപ്പോ ഓക്കെ, ഇൻഷാ അല്ലാഹ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് പകല് നോമ്പ് നോൽക്കാൻ, രാത്രി നോമ്പ് നോൽക്കരുത്. അതെങ്ങനെയാന്ന് വെച്ചാല് നോമ്പ് ഓർക്കുക, പേനൊരാൾക്ക് വെള്ളം കുടിക്കും. പിന്നെ എനിക്കങ്ങനെ ഭക്ഷണത്തിനോടൊന്നും ഇല്ല. ഞാന് തറാവീന് ശേഷം എന്നൊക്കെ പറയും. തറാവീന് ശേഷം ഇങ്ങനെ നിരോധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ ഭക്ഷണം അപ്പം തന്നെ കഴിക്കലാണ് നല്ലത്. കാരണം നോമ്പ് രാത്രിയിലേക്ക് നീട്ടരുത്. നമ്മളൊരു സാങ്കേതികമായിട്ട് നോമ്പ് ഓർന്നു വരുത്താൻ വേണ്ടി ഒരു ഇറക്ക് പിടിച്ച് ബാക്കി അങ്ങനെ നീട്ടരുത്. പെണ്ണുങ്ങളാണ് അധികം ചെയ്യുക, ആണുങ്ങൾക്ക് പിന്നെ അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോമ്പറുള്ള ദിവസമാണെങ്കിലും
എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോമ്പുറ വേഗമാക്കണം, അത്താഴം വൈകിപ്പിക്കുകയും വേണം. ഞാനൊക്കെ 2 മണിക്ക് അത്താഴം കഴിക്കുന്നു പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. പണ്ടങ്ങനെയാണ്, ഇപ്പൊ പിന്നെ കുറെ മാറി. അതുകൊണ്ട് ആരോഗ്യകരമായ ടേസ്റ്റുള്ള നല്ല ഭക്ഷണം ആസ്വദിച്ച് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ കഴിക്കുക. നോമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഭക്ഷണത്തിനെ പറ്റി പറയുന്നത്. ശരിക്കും നോമ്പ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കേണ്ട മാസമല്ലേ എന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനല്ല, പകല് മാത്രമാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കേണ്ടത്, രാത്രി കഴിക്കും. രാത്രി നോമ്പില്ല. സഹാബിമാരിൽ പോലും ചിലരെന്ത് ചെയ്തെന്ന് വെച്ചാല് രാത്രിയും പെണ്ണുങ്ങളെടുത്തൊന്നും കിടക്കൂല. അവനാന്റെ ഭാര്യമാരടുത്ത് തന്നെ കിടക്കാതെ മാറിയൊക്കെ. കാരണം ഒരു വിചാരിക്കണത് റമദാൻ മാസല്ലേ എന്നാണ്. ചില വിദ്വാന്മാര് അങ്ങനെ പാടില്ല എന്ന് വിചാരിച്ചിട്ടും പോയിട്ട് സംഗതികളൊക്കെ നടത്തി. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇതൊക്കെ അള്ളാഹ്ക്ക് തിരിയുന്നുണ്ട്, നിങ്ങള് അങ്ങനെ വിഷമിക്കണ്ട, രാത്രിയും പകലും വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പകലേ നോമ്പ് കൊടുക്കേണ്ടതുള്ളൂ, രാത്രി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പകല് നിരോധിച്ച കാര്യങ്ങൾ രാത്രി നിരോധിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. എന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു അതിര് എവിടെയും കവിയാനും പാടില്ല എന്ന് മാത്രം. ഈ ഉച്ചക്ക് ഒരു ലേശം കിടന്നുറങ്ങി എന്നുള്ളത് കൊണ്ട് ഒരാളെ ആക്ഷേപിക്കാനൊന്നും പോകണ്ട. കാരണം അയാളുടെ രാത്രി നിസ്കാരത്തിന് ഒരു ശക്തി കിട്ടാനും ഒരു വിശ്രമം കിട്ടാനൊക്കെ ഉച്ചക്ക് ലേശം കിടക്കണേനൊന്നും കുഴപ്പമൊന്നുമില്ല. പള്ളിയിലൊക്കെ കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കരുതണം എന്ന് മാത്രമേ ഉള്ളൂ. വായിനും മൂക്കിനും ഒക്കെ പലത് ഒലിച്ച് നമ്മൾ ഉറങ്ങി നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഈ ആൾക്കാർ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തെ അതൊക്കെ ഒന്ന് കരുതുക, ശ്രദ്ധിക്കുക എന്നതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഇഴ്തികാഫിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. ഇഴ്തികാഫ് വലിയൊരു സുന്നത്താണ്. നമ്മളെത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും ഒരു 10 ദിവസം പള്ളിയിൽ പോയി കുത്തിരിഞ്ഞുകൊണ്ട് ദുനിയാവിൽ പ്രത്യേകിച്ച് ഒരു നഷ്ടം സംഭവിക്കും. 10 ദിവസം ചിലപ്പോൾ നമ്മൾ ഇക്കറയിൽ പോയി കിടക്കൂലേ, എന്നിട്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കലുണ്ടോ, എന്തെങ്കിലും കച്ചവടം പൊളിയലുണ്ടോ, ഇപ്പോൾ ഒരാളില്ലാണ്ടാകലുണ്ടോ? ഒന്നുമില്ല. നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രമേ. അപ്പൊ ആദ്യം തന്നെ കരുതിയാൽ നബി ഏറ്റവും തിരക്കുള്ള ആളാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 23 കൊല്ലം കൊണ്ട് മൊത്തം ഈ ലോകത്തിൽ കണ്ട സകലതും ഉണ്ടാക്കി. റമദാനിന്റെ അവസാന 10 എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇത്തിക്കാഫ്. വഫാത്തായ കൊല്ലം 20 ദിവസം ഇത്തിക്കാഫ്. നമുക്ക് ദീനിൽ തപസ്സില്ല, സന്യാസമില്ല, ബ്രഹ്മചര്യമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ആകെ വകയിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഇത്തിക്കാഫാണ്. ഇപ്പൊ ജുമുഅ ഉള്ള പള്ളിയിൽ പോയിട്ട് പൂർണ്ണത എന്താണെന്ന് ചോദിച്ചാൽ 21-ാം രാവിൽ മഗ്‌രിബിന്റെ മുമ്പേ പള്ളിയിൽ കയറുക, എന്നിട്ട് മാസം കണ്ടിട്ട് തിരിച്ചു വരിക. അതുവരെ പള്ളിയിൽ കഴിഞ്ഞു. അത്യാവശ്യത്തിന് ഒരു മൊബൈൽ നോക്കണതിനും പ്രശ്നമല്ല. മൊബൈൽ നോക്കാനായിട്ട് അവിടെ പോയി കുത്തിരിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അങ്ങനെ ഒരു ഇബാദത്ത് ആണുങ്ങൾക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട്. കഴിയുകയാണെങ്കിൽ നമ്മളിപ്പൊ തന്നെ പ്ലാൻ ചെയ്താൽ നടക്കൂ. 21-ാം രാവിലെ ഉച്ചക്ക് ആരോ ഇത്തിക്കാഫിന് വേഗമായിട്ട് പോകും ബിജി വരുന്ന വെച്ചാൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഒന്നല്ല, ഇത്ര സക്കാത്തും സംവിധാനങ്ങളൊക്കെ ആദ്യം തന്നെ സെറ്റാക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. അതിൽ പ്രത്യേക ഒരു റീചാർജ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് പ്രത്യേകം പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ക്ലാസ് ഇൻഷാ അള്ളാഹ് 8:30 മണിക്ക് തന്നെ രാവിലെ നടക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വലിയ നോമ്പാണ്, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാകാൻ പറയണം. ആണുങ്ങളോടൊക്കെ പറയണം നേരത്തെ വരാൻ. ഇവിടെ ഇപ്പൊ ആകെ 2 ആള് മാത്രമാണ് തുടങ്ങുമ്പോഴുള്ളൂ. ആർക്കൊക്കെ ആദ്യം നേരത്തെ വരലുണ്ടായി. ഇപ്പൊ ലേശം ഒരു നേരം പോകാൻ തുടങ്ങിയ കാലുവേദന അള്ളാഹു ശിഫയായി തരട്ടെ. പ്രായം കൂടുന്നുണ്ടെന്ന് തോന്നും ഇവർക്കൊക്കെ. നിങ്ങൾക്ക് പ്രായം കൂടുന്നുണ്ടെന്നും ഇവർക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് 5 മിനിറ്റ് നേരത്തെ വന്നിട്ട് അതിനെ മറികടക്കണം. ചെറുപ്പം കൈവിട്ട് കൊടുക്കരുത്, അവസാനം വരെ ചെറുപ്പത്തിൽ നിൽക്കണം അല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. നിങ്ങൾ നോക്ക്, നമ്മളെ മഹല്ല് കമ്മിറ്റി നമുക്ക് വേണ്ടി ചെയ്യണം. എല്ലാം എന്താ നിങ്ങൾക്ക് വേണ്ടി? കേറാൻ ലിഫ്റ്റ്, അവിടെ മുകളിലും തന്നെയും കിച്ചണ്, ബാത്റൂം വേറെ. ചില പള്ളിയിലൊക്കെ ബാത്റൂമിന് വേണ്ടി താഴ്ത്തുണ്ടായിരുന്നു. അതൊന്നും വേണം, നമ്മളങ്ങ് സ്വീകരിച്ചു കൊടുത്താൽ മതി. കിടക്കാൻ കട്ടിലുണ്ട്. ഓ എന്താണ്. അപ്പൊ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കോളി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും
പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.